ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കംസന്റെ ജനനം മുതൽ ദേവകിയുടെ വിവാഹം വരെ കേട്ടാലോ. മധുരാപുരിയിലെ യാദവ വംശജരുടെ രാജാവായ ഉഗ്രസേനൻ തികഞ്ഞ ഒരു വിഷ്ണു ഭക്തനായിരുന്നു. അദ്ദേഹം സ്വപ്രജകളെ നന്നായി സംരക്ഷിക്കുകയും വേദാധ്യയനത്തെ പോഷിപ്പിക്കുകയും യാഗാദി കർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും മഹർഷിമാരെ വന്ദിക്കുകയും ചെയ്തു പോന്നു. അങ്ങനെയിരിക്കെ കാലനേമി എന്ന അസുരൻ പണ്ട് രാമനെ അധിക്ഷേപിച്ചതിനെ തുടർന്ന് ഹനുമാൻ അവൻ്റെ കാലിൽ പിടിച്ച് ഹിമാലയ പർവ്വതത്തിൽ നിന്ന് ലങ്കയിലേക്ക് എറിയുകയും അവിടെ അവൻ ഒരു നൂറ്റാണ്ടുകാലം ബോധരഹിതനായി കിടക്കുകയും ചെയ്തു. കാലനേമി വിഷ്ണു ഭഗവാന്റെ ശത്രുവായി തീർന്ന് രാമാവതാരം കാലം കഴിഞ്ഞ അവസരത്തിൽ വിഷ്ണു ഭഗവാന്റെ അനുയായികളോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. അവൻ മഹാനേമി, പഞ്ചജനൻ, ബാണൻ, ശംബരൻ, പുരൻ, ഭടൻ, വൽക്കലൻ, അകൻ, ശകടൻ, പൂതന മുതലായ കൂട്ടുകാരോടുകൂടി ഭൂമിയിലുള്ള സകല വിഷ്ണു ഭക്തന്മാരെയും കൊല്ലുന്നതിന് വേണ്ടി ഭൂമിയിൽ മനുഷ്യരായി പിറന്നു. അവരിൽ ചിലർ രാജാക്കന്മാരായി, ചിലർ സേനാനായകന്മാരായി, ചിലർ ഭടന്മാരായി, ചിലർ മല്ലന്മാരായി, ചിലർ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് ചുറ്റി നടന്നു. എല്ലാവരും കൂടി ഒത്തുചേർന്ന് ശ്രമിച്ച് തങ്ങളുടെ ഉദ്ദേശം സാധിക്കാൻ തീരുമാനിച്ചു. അതനുസരിച്ച് കാലനേമിയും മഹാനേമിയും ഉഗ്രസേനൻ്റെ പത്നിയുടെ ഗർഭപാത്രത്തിൽ പിറകെ പ്രവേശിച്ചു. തുടർന്ന് കാലനേമി കംസനായും മഹാനേമി മഹാനാമനായും ജനിച്ചു. മറ്റൊരാൾ ഭഗത രാജ്യത്ത് ജനിച്ചു. ഒരു അസുരൻ ശിശുപാലനായി ജനിച്ചു. മറ്റു അസുരന്മാർ കാലനേമിയായ കംസന്റെ ആജ്ഞകൾ നടത്താൻ മധുര, ഹസ്തിനാപുരി തുടങ്ങിയ രാജ്യങ്ങളിൽ ജനിച്ചു. കംസൻ രാജാധികാരം ഉഗ്രസേനന്റെ കയ്യിൽ നിന്നും അപഹരിച്ചു. അയാൾ തൻ്റെ അസുര സ്വഭാവം വെളിപ്പെടുത്തി തുടങ്ങി. കംസൻ മറ്റ് അസുരന്മാരെയും കൂട്ടി വിഷ്ണു ഭക്തന്മാരെ എല്ലാം മർദ്ദിച്ചു. വേദാധ്യയനത്തെ തടയുകയും യജ്ഞവേദികളെ അശുദ്ധപ്പെടുത്തുകയും ചെയ്തു. കംസനും ജരാസന്ധനും കൂടി ശിവഭക്തരാകുവാൻ വിഷ്ണു ഭക്തരെ നിർബന്ധിച്ചു. കംസൻ ജരാസന്ധൻ്റെ 2 പുത്രിമാരെ വേളി കഴിച്ചു. വിഷ്ണു ഭക്തന്മാർ ഹിരണ്യകശിപുവിൻ്റെ കാലത്തെന്ന പോലെ കഷ്ടതകൾ അനുഭവിച്ചു. മർദ്ദിതരായ ഋഷിമാരും പ്രജകളും കംസൻ ചെയ്യുന്ന അന്യായങ്ങളെക്കുറിച്ച് ഉഗ്രസേനൻ്റെ അടുത്ത് ആവലാതിപ്പെട്ടു. അദ്ദേഹം കംസനെ ശാസിച്ചു. കംസൻ തൻ്റെ കൂട്ടാളികളുടെ സഹായത്തോടു കൂടി അച്ഛനായ ഉഗ്രസേനനെ തടവിലാക്കി. കംസൻ്റെ ദുഷ്പ്രവൃത്തികൾ 100 മടങ്ങ് വർദ്ധിച്ചു. മധുരയിലെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെയും യാദവ പ്രഭുക്കന്മാരെ ആക്രമിച്ചു. അവരെ തൻ്റെ ആജ്ഞകളെ അനുസരിപ്പിച്ചു. യാദവരിൽ കുറേ ആളുകൾ അയൽ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടാൻ നോക്കി. ഓടിപ്പോയവരെയെല്ലാം കണ്ടുപിടിച്ച് കംസന്റെ ആളുകൾ വധിച്ചു. അമ്പാടിയിലെ നന്ദഗോപർ ഒരു വിഷ്ണു ഭക്തനായിരുന്നു. വിഷ്ണു ഭക്തി ഉപേക്ഷിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തെ കെട്ടിയിട്ട് മർദ്ദിപ്പിച്ചു. മധുബൻ എന്ന ഋഷിവര്യൻ വിഷ്ണുദേവനെ തപസ് ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്ന് രഥത്തിൽ കെട്ടി വലിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, മഹാരാജാവേ, അങ്ങയെ സൃഷ്ടിച്ച ഈശ്വരനെ വിചാരിച്ചും സത്യധർമ്മങ്ങളെ വിചാരിച്ചും സൽപ്രവൃത്തികൾ ചെയ്യുക. അപ്പോൾ നല്ല ഫലം ലഭിക്കും. അല്ലെങ്കിൽ വേദനാജനകമായ ദുരിതഫലങ്ങൾ അങ്ങ് അനുഭവിക്കും. പാപത്തിൻ്റെ ഫലം മരണമാണെന്ന് അങ്ങ് ഓർമ്മിക്കണം. ഇത് കേട്ട് കംസൻ വളരെ നേരം പൊട്ടിച്ചിരിച്ചു. ഈശ്വരനെക്കുറിച്ചും സത്യധർമ്മങ്ങളെക്കുറിച്ചും എന്നോട് പറയണ്ട. ലോകത്ത് ഈശ്വരനുമില്ല, സത്യവുമില്ല, ധർമ്മവുമില്ല. എനിക്ക് ഭയപ്പെടാനായി ഒന്നും തന്നെയില്ല. എന്നോട് തുല്യനായി ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. എന്നോട് യുദ്ധം ചെയ്യുവാനോ എന്നെ കൊല്ലുവാനോ ഇവിടെ ഇപ്പോൾ ആരുണ്ട്? കംസൻ ചോദിച്ചു. ഋഷി മറുപടി പറഞ്ഞു, വിഷ്ണു ഭഗവാനുണ്ട്. അദ്ദേഹം ധർമ്മം പുനഃസ്ഥാപിക്കാനായി അവതാരമെടുക്കും. ഈ ദ്വാപരയുഗത്തിൽ കടല് പോലെ കറുത്ത കൃഷ്ണനായി അവതരിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കും. ഇത് കേട്ട് കംസനെ വളരെയധികം കോപം വന്നു. എന്നാൽ പോലും ചെറിയൊരു പേടി കംസനെ ബാധിച്ചു. കംസൻ ഒരു അസുരനാണല്ലോ. ആ ആസുര സ്വഭാവം കൊണ്ട് തന്നെ പേടി ക്ഷണത്തിൽ തന്നെ തീർന്നു. അങ്ങനെയിരിക്കെ കംസൻ തൻ്റെ പ്രിയ സഹോദരിയായ ദേവകിയെ മധുരാധിപനായ ശൂരസേനൻ്റെ പുത്രനായ വസുദേവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു. വളരെ ആർഭാടത്തോടു കൂടിയായിരുന്നു ആ വിവാഹം നടത്തപ്പെട്ടത്.
സഹോദരിയോടുള്ള വാത്സല്യാതിരേകത്താൽ കംസൻ തന്നെയായിരുന്നു നവദമ്പതിമാരുടെ രഥത്തിൻ്റെ സാരഥിയായിരുന്നത്. അപ്രകാരം സന്തോഷത്തോടു കൂടി രഥം തെളിച്ചുകൊണ്ടിരുന്ന കംസന്റെ കാതുകളിൽ പെട്ടെന്ന് ഒരു അശരീരി കേൾക്കുമാറായി. അല്ലയോ ദുഷ്ടനായ കംസ, ഈ ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്റെ അന്തകനായിരിക്കും എന്നായിരുന്നു ആ അശരീരി വാക്ക്. അത് കേട്ട മാത്രയിൽ രോഷാകുലനായി തീർന്ന കംസൻ ദേവകിയെ വധിക്കുവാനായി ഉറയിൽ നിന്ന് വലിച്ചെടുത്ത വാൾ ഓങ്ങിക്കൊണ്ട് അവളുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ചു. അതുകണ്ട് പരിഭ്രാന്തി പൂണ്ട വസുദേവർ കംസന്റെ ക്ഷോഭം അടക്കുവാനായി പല പല സാന്ത്വന വാക്കുകളും പറഞ്ഞു നോക്കി. എന്നാൽ അതുകൊണ്ടൊന്നും കംസന്റെ കോപം അടങ്ങിയില്ല. ഒടുവിൽ ദേവകി പ്രസവിക്കുന്ന ഓരോ കുഞ്ഞിനെയും കംസനെ സമർപ്പിച്ചു കൊള്ളാമെന്ന വസുദേവരുടെ ശബ്ദം കേട്ട് ക്രോധം തൽക്കാലം ശമിച്ച് കംസൻ ദമ്പതികളെ വിട്ടയച്ച് സ്വഗൃഹത്തിലേക്ക് പോയി. ദേവകി വസുദേവന്മാരും കംസനെ പ്രശംസിച്ച് സ്വന്തം ഗൃഹത്തിലേക്ക് യാത്രയായി. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ അവതാരങ്ങളുടെ ഉദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. ഗോവിപ്രസുര സാധൂനാം ഛന്ദസാമാഭിജേശ്വര രക്ഷാമിച്ചം സ്തനൂർദത്തേ ധർമ്മസ്യാർത്ഥസ്യ ചൈവഹി. അതായത് ഗോക്കൾ, വിപ്രന്മാർ, ദേവന്മാർ, സജ്ജനങ്ങൾ, വേദങ്ങൾ, ധർമാർത്ഥാദി പുരുഷാർത്ഥങ്ങൾ എന്നിവയുടെയെല്ലാം രക്ഷയ്ക്ക് വേണ്ടി ഈശ്വരൻ അവതാരങ്ങൾ എടുക്കുന്നുവെന്നാണ് സാരം. ഇതുതന്നെയാണ് ഭഗവത്ഗീതയിലും ഉള്ളത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എവിടെയാണോ ധർമ്മം നശിക്കുന്നത് ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായി ഭഗവാൻ അവതാരമെടുക്കും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ വൈശാഖ മാസത്തിൽ ഭഗവാന്റെ നാമം ജപിക്കുവാനായിട്ട് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.